ഹലോ, ഞാൻ ഡോക്ടർ ഷിജന റിയാസ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി കേസസിൽ ഡയഗ്നോസിസിൻ്റെ പ്രാധാന്യം, അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം കണ്ടെത്തി ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഇപ്പം ഇത് ഞാൻ നിങ്ങളിത് പറയാൻ കാരണം ഈയിടെ എന്നെ കാണാൻ വന്ന ഒരു അസോസ്പെർമിയ കേസാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൗണ്ട് 0 ആയിരുന്നു. ഇവർ പാലക്കാട് ഏകദേശം ഇവിടെ ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള കപ്പിൾസ് ആയിരുന്നു. അപ്പം ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, ഞങ്ങൾ IVF ഉൾപ്പെടെയുള്ള എല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് റിസൾട്ട് ആയിട്ടുള്ള കൗണ്ട് 0 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ കേസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പോൾ അവർ പിന്നെ സാധാ സ്ക്രോട്ടൽ സ്കാനിങ് ഉണ്ടല്ലോ, ഡോപ്ലർ സ്കാൻ ഓഫ് സ്ക്രോട്ടം എന്ന് പറയുന്ന ടെസ്റ്റുകൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ FSH എല്ലാ ഹോർമോൺസും ഓക്കെയാണ്. പിന്നെ അവർ ചെയ്യേണ്ടതായിട്ടുള്ള മറ്റ് സാധാ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും വർഷമായിട്ടും IVF ഉൾപ്പെടെയുള്ള ചികിത്സ അവർ തേടിയിട്ടും ഫസ്റ്റ് ലൈൻ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ ചെയ്യേണ്ടുന്ന ഒരു സ്കാനിങ് മിസ്സിംഗ് ആണ്. മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അവരെ സ്കാനിങ്ങിന് വിട്ട സമയത്ത് ആ സ്കാൻ ചെയ്യുന്ന ഡോക്ടറും അവരുടെ അടുത്ത് ചോദിച്ചത് ഇത് തന്നെയാണ്, ഇത് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടിയിരുന്ന ടെസ്റ്റ് ആയിരുന്നല്ലോ, എന്ത് പറ്റി ഇത്രയും ഡിലേ ആവാൻ. അപ്പോൾ അവർ പറഞ്ഞ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അടുത്ത് ഇതുവരെ ഞങ്ങൾ കാണിച്ച ഡോക്ടേഴ്സ് ആരും ഈ ഒരു ടെസ്റ്റിന് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഡോക്ടർ ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ആ സ്കാനിങ്ങിനകത്ത് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വെരിക്കോസീലുണ്ട്. അപ്പോൾ ബൈലാട്രൽ ഗ്രേഡ് 4 വെരിക്കോസീലാണ് അവരുടെ പ്രോബ്ലം. മേ ബി ഇവരിപ്പോൾ അവർ ചെയ്ത IVF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ മെത്തേഡിലുള്ള IVF ആണ്. അതായത് കുത്തിയെടുത്തിട്ട് സ്ക്രോട്ടത്തിനകത്ത് നിന്ന് സ്പെർമാറ്റിക് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ചെയ്യുന്ന ടൈപ്പ് ഓഫ് IVF ആണ് ചെയ്യുന്നത്. പക്ഷെ അത് ഫെയിലിയറായി. അപ്പോൾ ഒരു പക്ഷേ ഇവർ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ആ IVFന് മുമ്പ് ചെയ്തിട്ട് ഈ വെരിക്കോസീൽ സർജറി ചെയ്ത് ക്ലിയർ ആക്കിയതിൻ്റെ ശേഷം അവർക്ക് കൗണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് ശേഷം അവർ IVFലോട്ട് പോവുകയായിരുന്നെങ്കിൽ, ഇച്ചിരിയെങ്കിലും കൗണ്ട് ഇമ്പ്രൂവ് ആയതിൻ്റെ ശേഷം ചെയ്യുകയായിരുന്നെങ്കിൽ അവർക്ക് ഒരു പക്ഷേ അവർക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയേനെ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് IVFൽ തന്നെ.